നിങ്ങൾ സ്റ്റാർബക്സിൽ പോയിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യമല്ലേ. ബിസിനസ്സുകാരാണെങ്കിൽ എന്തായാലും സ്റ്റാർബക്സിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവും. അവിടെ ഒരു ബ്ലാക്ക് ടീ കഴിക്കാൻ 200 രൂപ 250 രൂപ ചാർജ് വരും. എന്നാൽ സാധാരണ റെസ്റ്റോറന്റിൽ 10 രൂപ 15 രൂപയ്ക്ക് ഇത് കിട്ടുകയെ. മാത്രമല്ല എവിടെ വേണമെങ്കിലും പോയിരിക്കാം, ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ സ്റ്റാർബക്സിൽ പല സമയത്ത് പോകുമ്പോഴും നമ്മൾ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്, ഇത്രയും പൈസ കൊടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അവിടെ ഒരു സ്നാക്സ് കഴിക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത് ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടാണ്. എന്താ കാരണം അറിയൂ? സത്യത്തിൽ നമ്മുടെ പോകുന്നത് ഈ ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എക്സ്പീരിയൻസ് അവിടെ കിട്ടുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് ആരുമായിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ലാപ്ടോപ്പ് തുറന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ സത്യത്തിൽ അവർ വിൽക്കുന്നത് ഈ കോഫി അല്ല, മറിച്ച് ചില്ല് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ടാണ് അവർ വിൽക്കുന്നത്. ആ എക്സ്പീരിയൻസ് ആണ് അവർ വിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മുടെ പോണേ. ഇതേപോലെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ ആളുകളിലേക്ക് ഇതേപോലെ എത്തിക്കാൻ വേണ്ടി പറ്റും. അതിനാവശ്യമായിട്ടുള്ള ഒരു 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന്, സെൽ ദ എക്സ്പീരിയൻസ്. എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ആയിരിക്കും സെൽ ചെയ്യേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റും സർവീസും അതിന്റെ വാല്യൂ ഓക്കെ, പക്ഷെ അത് അവർക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും വാല്യൂ കൊടുക്കണം. അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാൻ വേണം. അടുത്തത്, കൺസിസ്റ്റൻസി ഇസ് ദ കീ. അതായത് സ്റ്റാർബക്സിൽ ഇപ്പൊ എവിടെ പോയിട്ടായാലും ശരി, നമ്മൾ കോഫി കുടിച്ചാൽ ക്യാപ്പച്ചിനോ കുടിച്ചാലും ഒക്കെ സെയിം ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അതേപോലെ നമ്മുടെ പ്രോഡക്റ്റിനും നമ്മുടെ സർവീസിനും ഒക്കെ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. ഇത് 2ാമത്തെ പോയിന്റ് ആണ്. 3ാമത്തെ, ബിൽഡ് എ ട്രൈബ്, നോട്ട് ജസ്റ്റ് ബയേഴ്സ്. കുറച്ച് ആളുകൾ വന്നിട്ട് വാങ്ങിച്ച് പോവുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് നമ്മൾ ട്രൈബിന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കണം എന്ന് പറയാം. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എന്താ, അത് സ്ഥിരമായിട്ട് അവർ നമ്മുടെ കൂടെ നിൽക്കും. അവരെന്നും ലോയലായിരിക്കും, സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ വന്നുകൊണ്ടേയിരിക്കും. ആ രീതിയിലുള്ള ഒരു കസ്റ്റമർ ബേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊരു സംശയത്തിനും, പുതിയ ആളുകൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിരിക്കാം, അതല്ല തുടങ്ങി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇത് സിസ്റ്റമാറ്റിക് ആക്കാനുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം. എല്ലാത്തിനുള്ള സൊല്യൂഷൻ താഴത്തൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.